നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ ഇറാൻ US ഇസ്രായേൽ വാർ അപ്ഡേറ്റ് വീഡിയോ ആണ്. ഈ ഒരു അപ്ഡേറ്റ് ആക്ച്വലി നമ്മൾ മലയാളികൾക്ക് കൂടുതൽ കണക്റ്റഡ് ആണ്. കാരണം വെച്ചാൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇറാൻ ഇസ്രായേൽ വാറിനേക്കാളും കൂടുതൽ UAE കുറിച്ചാണ്. അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ നാട്ടിൽ മലപ്പുറം ജില്ലയിൽ പറയും ഓരോ വീട്ടിൽ നിന്നും ഒരു വ്യക്തി പ്രവാസിയാണെന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഇതുപോലെ GCCയിൽ എസ്പെഷ്യലി UAE ഉണ്ടെങ്കിൽ പ്ലീസ്, ഞാൻ ഇന്നലെ വീഡിയോ പറഞ്ഞ പോലെ അനാവശ്യമായിട്ടുള്ള വീഡിയോസും ഫുട്ടേജും കാര്യങ്ങളും എടുക്കാതിരിക്കുക. പക്ഷേ അതിന് പകരം പ്രാർത്ഥിക്കുക, സേഫായിട്ടിരിക്കാൻ പറയുക, അവിടുത്തെ നിയമങ്ങൾ പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക. ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാണ്ടായ റീസൺ എന്ന് പറഞ്ഞാൽ എമിറേറ്റ്സിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് എയർപോർട്ട് അവർ തൽക്കാലം ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം അത് റീഓപ്പൺ ചെയ്തിട്ടില്ല. എമിറേറ്റ് സപ്പോർട്ടിൻ്റെ ഒരു പോസ്റ്റാണ്. ആ ഒരു വീഡിയോ ഉണ്ട്, ആ ഒരു കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. പ്ലസ് ദുബായിൽ എന്തുകൊണ്ടാണ് ഇറാൻ ദുബായിനെ അറ്റാക്ക് ചെയ്തതെന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ്റെ അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ട് അത് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്ട്. അതിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ബെന്യാമിൻ നെതന്യാഹു മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഡിസ്കസ് ചെയ്ത സമയത്ത് ഇയാളുടെ ഒരു വീഡിയോ വന്നു. അതിൽ ഇയാൾക്ക് 6 വിരൽ കണ്ടിരുന്നു. അപ്പോൾ ആ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സ്പാർക്സ് ആൻഡ് ഡിബേറ്റ്സ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു, ന്യൂസ് മീഡിയയിലെല്ലാം കണ്ടു. അതിനുശേഷം ഇന്നലെ ഒരു വീഡിയോ വന്നിരുന്നു. അതായത് സത്താഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഫി ഷോപ്പിലേക്ക് നെതന്യാഹു കയറി ചെല്ലുന്നു. എന്നിട്ട് അവിടുന്ന് കോഫി ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇയാളോട് ചോദിക്കുന്നു, ഇയാൾ പറയുന്നു ഞാൻ എൻ്റെ വിരൽ നോക്ക്, എത്ര വിരലുണ്ടെന്നുള്ളത് കൺഫേം ചെയ്യും, 5 എണ്ണം തന്നെയല്ലേ ഉള്ളത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇയാളൊരു കോഫി എടുത്ത് കുടിച്ചതിന് ശേഷം സംസാരിക്കുന്നു, ഇടത് കൈ പോക്കറ്റിലിടുന്നു. ഈ ഒരു വീഡിയോ പോലും AI ആണ് എന്നുള്ള ഒരു ഡിസ്കഷൻ നല്ല സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. അതിനുള്ള റീസൺസ് പറഞ്ഞതെന്ന് വെച്ചാൽ ആ കോഫി മഗ്ഗിന്ന് ആ ഒരു കപ്പ് പിടിച്ചിട്ടുള്ള രീതി. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും ഒരു കോഫി കപ്പ് ഇങ്ങനെ പിടിക്കില്ല. ഒന്ന്. രണ്ടാമത്തെ കേസിൽ പറഞ്ഞിട്ടുള്ളത് നെതന്യാഹു ഇസ് എ ലെഫ്റ്റ് ഹാൻഡഡ് പേഴ്സൺ. അങ്ങനെയാണ് ഇൻ്റർനെറ്റിലുള്ള പല ഫുട്ടേജസ് നോക്കുന്ന സമയത്ത് ഇയാൾ ലെഫ്റ്റ് ഹാൻഡോടാണ് സൈൻ ചെയ്യുന്നത്. ഇയാൾ വെള്ളം കുടിക്കുന്ന സിറ്റുവേഷനിൽ ഏകദേശം ഒരു 10-12ഓളം ക്ലിപ്പ് ഞാൻ കണ്ടു. അതിലൊക്കെ നോക്കുന്ന സമയത്ത് ഇത് ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇയാൾ ഇടത് കൈ കൊണ്ടാണ് വെള്ളം കുടിക്കുന്നത്, ഇവിടെ ഈ കോഫി മാത്രം ഇയാൾ എന്തുകൊണ്ട് വലത് കൈയിൽ കുടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡിബേറ്റ്സ് ഉണ്ട്. പിന്നെ മാത്രമല്ല അയാളുടെ കോഫി ആ ഒരു മഗ്ഗിൽ കപ്പിലിരിക്കുന്ന കോഫി ഗ്രാവിറ്റീനെ പോലും തോൽപ്പിച്ചു. കാരണം വെച്ചാൽ അത്രയും നിറഞ്ഞിരിക്കുന്ന ഒരു കാപ്പി അതിന് കപ്പിൽ ആ കാപ്പി പുറത്ത് തുളുമ്പാതിരുന്നു എന്നും പറഞ്ഞിട്ട് ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ മാത്രമല്ല ഇയാൾ ഇടത്തെ കൈ പോക്കറ്റിലിടുന്ന സമയത്ത് ആ കൈ പോക്കറ്റിനുള്ളിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ പോക്കറ്റ് അനങ്ങിയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡിബേറ്റ്സ് ഉണ്ട്. എന്താണെങ്കിലും സത്താഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കോഫി ഷോപ്പ് കുറച്ച് വിഷ്വൽസ് പുറത്ത് വിട്ടിട്ടുണ്ട്. അതായത് ഇത് AI, ഒരു മിനിറ്റ്, ഇത് AI അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന കുറച്ച് ഫോട്ടോഗ്രാഫ്സ് ഇയാൾ പുറത്തുനിന്ന് സംസാരിക്കുന്നത് എത്രത്തോളം സത്യാവസ്ഥ അറിയില്ല. കാരണം എന്താ വെച്ചാൽ ഇതുപോലെ ഒരു വീഡിയോ ഇത്രയും വളരെ കൃത്യമായിട്ട് ഫേക്ക് ചെയ്യാമെങ്കിൽ ഡെഫിനറ്റ്ലി ദർ ഇസ് ടെക്നോളജി ടുഡേ. അപ്പോൾ യാതൊരു വിഷയമല്ല അത്. പ്രത്യേകിച്ച് നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് അത്രയും ക്ലിയർ ആയിട്ടുള്ള. പിന്നെ മാത്രമല്ല ഇതിപ്പോൾ പല വീഡിയോസും ഓൺലൈനായിട്ട് വരുന്നുണ്ട്. നെതന്യാഹുവിന് പകരം അവിടെ ടോം ക്രൂസ് നിൽക്കുന്നത്, വേറെ പലരും നിൽക്കുന്നത്. അപ്പോൾ അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഫേസ് മാത്രം മാറിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് വീണ്ടും ഒരു AI വീഡിയോ തന്നെയാണ്. ഇയാൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട്സാണ് വരുന്നത്. അപ്പോൾ അതാ ഉണ്ടോ, ഇതിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നെതന്യാഹു എന്ന് പറയുന്നത് നോട്ടെന്യാഹു ട്രെൻഡ്സ് ആസ് കഫേ പ്രൂഫ് സ്പാർക്സ് ഡീപ് ഫേക്ക് ക്ലെയിംസ്. കണ്ടോ, ലുക്സ് ഫേക്ക് AI മെയ്ഡ്, നോ ഹ്യൂമൻ ഹോൾഡ്സ് കോഫി കപ്പ് ലൈക്ക് ദിസ്. അതായത് ഒരു മനുഷ്യനും കോഫിയുടെ കപ്പ് ഇങ്ങനെ പിടിക്കില്ല, താഴെ വിരലാക്കിയിട്ട് അങ്ങനെ പിടിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇയാളല്ലെങ്കിൽ തന്നെ എല്ലാവരും ഇബിലീസായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇബിലീസ് 6 വിരലുണ്ടാവും, ഇബിലീസിന് കപ്പ് എന്തായാലും ഇങ്ങനെ പിടിക്കും എന്നുള്ള രീതിയിലാണ് ഡിസ്കഷൻസ് കംപ്ലീറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി കമ്മിങ് ബാക്ക് ടു നമ്മുടെ മെയിൻ വിഷയം, അതായത് UAE നടന്നിട്ടുള്ള UAE എന്നുള്ള ഒരു അപ്ഡേറ്റ് എമിറേറ്റ് സപ്പോർട്ടിലേക്കാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ ആരെങ്കിലും ബന്ധപ്പെട്ടവരോ സുഹൃത്തുക്കളൊക്കെ പ്രവാസ ജീവിതം നയിച്ച് അവിടെ ഉണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പാട് നാട്ടിലുണ്ടായിട്ടാണ് അവിടെ പോയി ജോലി ചെയ്യുന്നത്, പണിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. UAE ഈസ് വൺ ഓഫ് ദ വെരി സേഫസ്റ്റ് കൺട്രി. എനിക്ക് 15 വർഷം ജീവിതം തന്നിട്ടുള്ള രാജ്യമാണ്. ഞങ്ങൾ 15 വർഷത്തോളം UAE-ലായിരുന്നു. അപ്പോൾ ആ രാജ്യം എന്താണെന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അവിടെ എന്ത് നിയമങ്ങൾ അവർ വെക്കുന്നുണ്ടെങ്കിലും അത് അവിടെ ജീവിക്കുന്നവർക്കും അവരുടെ നാഷണൽസിനും എക്സ്പാറ്റ്സിനും ആ ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും പുരോഗതിക്കും വേണ്ടിയിട്ടാണ് അവിടെ നിയമങ്ങൾ വെച്ചിട്ടുള്ളത്. അത്രയും നിയമങ്ങൾ സ്ട്രോങ് ആയതുകൊണ്ടാണ് പല ആൾക്കാരും നമ്മുടെ നാട്ടിൽ നിന്ന് പോയി സുഖസുന്ദരമായിട്ട് ജോലി ചെയ്ത് തിരിച്ചു വന്ന് പ്രവാസിയെ എത്രയോ വർഷങ്ങളായിട്ട് നയിക്കുന്നവരുണ്ട്. അപ്പോൾ
അങ്ങനത്തെ ഒരു രാജ്യമാണ്. അപ്പോൾ എന്തായാലും എമിറേറ്റ്സ് സപ്പോർട്ട് എന്നുള്ള ഈ ഒരു ഇത് നോക്കാം. അതിന് മുന്നേ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് വെക്കുക. ജിയോ പൊളിറ്റിക്സ് അങ്ങനത്തെ സീരിയസ് വിഷയങ്ങളൊക്കെ നമ്മൾ ഒന്ന് ഈ ഒരു ചാനലിലൂടെയാണ് പറയുന്നത്. പറ്റുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. എമിറേറ്റ് സപ്പോർട്ട് എന്ന് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഓൾ ഫ്ലൈറ്റ്സ് ടു ആൻഡ് ഫ്രം ദുബായ് ഹാവ് ബീൻ ടെമ്പററിലി സസ്പെൻഡഡ്. പ്ലീസ് ഡു നോട്ട് ഗോ ടു ദി എയർപോർട്ട്. എമിറേറ്റ്സ് വിൽ ഷെയർ അപ്ഡേറ്റ്സ് വെൻ അവൈലബിൾ. We would like to thank our customers for their understanding and patience. The safety of our passengers and crews are highest priority and will not be compromised. Operational update എന്ന് പറഞ്ഞാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഈ എക്സിൽ നോക്കുന്ന സമയത്ത് ഇറാൻ മിലിറ്ററി അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് ഉണ്ട്. അതായത് ഇതുപോലത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് ഇറാൻ റിലേറ്റഡ് ആയിട്ട്. അവർ ഇതെടുത്തിട്ട് റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വി urgently thank Fly Emirates for this critical message. Residents of Dubai and Abu Dhabi are strongly advised to evacuate these cities immediately and seek safety in other areas of the UAE. അതായത് ഇവർ താങ്ക് ചെയ്യാണ് ദുബായിലും അബുദാബിയിൽ റെസിഡൻസിന് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിഞ്ഞു പോയിട്ട് സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങൾ പോയിട്ട് താമസിക്കണം എന്നൊരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വിഷ്വൽസ് ഉണ്ട്. ഹൊറിഫിക് സീൻസ് അറ്റ് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇറാൻ is exercising its right to respond after the US reportedly launched the missiles on an Iranian airport from UAE territory yesterday എന്ന് പറഞ്ഞിട്ട്. അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അടുത്ത വിഷ്വൽ നോക്കിക്കോളൂ. ഇതൊക്കെ അവിടുന്ന് ലോക്കൽസ് പലരും അവിടെ ആൾക്കാർ റെസിഡൻസ് പലരും ക്യാപ്ചർ ചെയ്തിട്ട് അയച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇതൊക്കെ ന്യൂസ് ചാനൽസിൽ വന്ന വിഷ്വൽസ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിൽ കൊടുക്കുന്നത്. അനാവശ്യമായിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊന്നും എടുത്തിട്ട് പ്രശ്നത്തിൽ ചെന്ന് ചാടാതിരിക്കുക. ഇത് എയർപോർട്ടിലാണെന്ന് പറയുന്നത്. ഇതിൻ്റെ റീസൺ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് UAE എങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ളതിന് റീസൺ ഇറാൻ സേസ് ഖാർഗ് ഐലൻഡ് അറ്റാക്സ് ലോഞ്ച് ഫ്രം UAE. അതായത് ഖാർഗ് ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇറാൻ്റെ ഹൃദയം, ദി ഹാർട്ട് ഓഫ് ഇറാൻ്റെ ഓയിൽ ഹബ്ബ്, 90% ഓഫ് ഇറാൻ്റെ ഓയിൽ എക്സ്പോർട്സ് കംപ്ലീറ്റ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള വളരെ ശാന്തമായിട്ടുള്ള ഒരു ഐലൻഡ്. അതായത് അവിടെ ഈ പിന്നെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ വിഴിഞ്ഞം തുറമുഖമൊക്കെ പോലെയാണ് ഈ ഖാർഗ് ഐലൻഡിൻ്റെ അപ്പുറത്തെ സൈഡ്. കാരണം വെച്ചാൽ പൊതുവേ ഇറാൻ്റെ തീരങ്ങളെല്ലാം ഷാലോ ആണ്, അധികം ഡീപ്പല്ല. അതുകൊണ്ട് ഷിപ്പുകൾക്ക് അവിടേക്ക് വരാൻ കഴിയില്ല സ്ട്രേറ്റ് ഓഫ് ഹോർമസിലൂടെ പോകുന്ന സമയത്ത്. അപ്പോൾ ഈ ഖാർഗ് ഐലൻഡിൻ്റെ അവിടെ അടുത്തൊക്കെ കുറച്ച് സീ ഡീപ്പ് ആയതുകൊണ്ട് അവിടെ നങ്കൂരമിടുക, ഹാർബർ പോലെ നമ്മളെ വിഴിഞ്ഞം ഹാർബറൊക്കെ പോലെയാണ്. അപ്പോൾ അതുപോലെ അവിടെ ഹാർബർ ചെയ്തിട്ട് അവർക്ക് എണ്ണ അവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതിന് ഇവർ എണ്ണ കംപ്ലീറ്റ് സ്റ്റോർ ചെയ്തിരിക്കണം. ഇറാൻ്റെ 90% ഓഫ് ദ ഓയിൽ എക്സ്പോർട്സ് വരുന്നത് ഈ ഖാർഗ് ഐലൻഡാണ്. അപ്പോൾ ഖാർഗിനെ അടിക്കുക എന്ന് പറഞ്ഞാൽ ഇറാന് ഭയങ്കരമായിട്ട് പ്രകോപിപ്പിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അവരുടെ ഹാർട്ടാണ്. അവരെങ്ങനെ വേണമെങ്കിലും റിട്ടാലിയേഷനല്ല, അവരെങ്ങനെ വേണമെങ്കിലും തിരിച്ച് അത്രയും സ്ട്രോങ് ആയിട്ട് പണി കൊടുക്കുന്നുള്ള ഉറപ്പാണ്. അപ്പോൾ അതിന് ഒരു റീസൺ പറയണം എന്താ വെച്ചാൽ ഇറാൻസ് ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറാഖ്ചി സെഡ് സാറ്റർഡേ ദാറ്റ് US strikes on Iran's Kharg Island were launched from neighboring countries' territories, including the United Arab Emirates. അതായത് ഇവിടേക്കുള്ള അറ്റാക്സ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് നെയ്ബറിങ് കൺട്രീസ്, അതായത് എസ്പെഷ്യലി UAE എന്നാണ്. ആ ഒറ്റ കാരണം കൊണ്ടാണ് UAE അടിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് UAEക്ക് തിരിച്ച് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സിറ്റി ബാങ്ക് ബിൽഡിംഗ് അങ്ങനെ അതുപോലെ ബാങ്ക്സിനെ കംപ്ലീറ്റ് ടാർഗറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം തിരിച്ച് ബാങ്ക് മെല്ലി ഇറാനെയാണ് ഇസ്രായേൽ ആക്രമിച്ചിട്ടുള്ളത്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് വൈകുന്നേരത്തെ നമ്മളെ വീഡിയോയിൽ പറയാം. ഒറ്റ കാര്യം മാത്രം, നിങ്ങളുടെ വീട്ടിലൊക്കെ ആരെങ്കിലും പ്രവാസികളുണ്ടെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക, സേഫായിട്ട് സെറ്റായിട്ടിരിക്കാൻ പറയാം എല്ലാവരോടും. അത്ര മാത്രമേ പറയാനുള്ളൂ. ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പറ്റുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഈ ഒരു ചാനലിലൂടെ GoPro Reacts എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചാനലിലൂടെ ഇതുപോലുള്ള സീരിയസ് വിഷയങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. മറ്റുള്ള ഗോസിപ്സും സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിങ്ങുള്ള ഇഷ്യൂസും GoPro മച്ചാൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ മേജർ ചാനലിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മെയിൻ ചാനലിലാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്തൊരു വീഡിയോ കാണാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യൂ. ബൈ.